ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ രാവിലെ പോൾമോൻ ഇപ്പം മോഡൽ നടന്നുകൊണ്ടിരിക്കുക എക്സാം. അപ്പോൾ അവന് രാവിലെ ബോൺവിറ്റ വേണ്ട, കോഫി മതിയെന്ന് പറഞ്ഞ് അങ്ങനെ അവന് ഞാൻ കോഫിയാണ് ഉണ്ടാക്കി കൊടുത്തത്. ഇന്നലെ വൈകിട്ടെടുത്തതിൻ്റെ ബാക്കി പാലിച്ചിരി ഉണ്ടായിരുന്നു. അതവന് കോഫി ഇട്ട് കൊടുത്തിട്ട് പുതിയ പാല് കാച്ചിട്ട് ചായയ്ക്കും വേണം, പ്രൈസമോനുള്ള ബോൺവിറ്റയും വേണം. അങ്ങനെ അതൊന്ന് അടപ്പത്തോട്ട് വെക്കട്ടെ. അപ്പം ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ചപ്പാത്തിക്കകത്ത് എഗ്ഗ് മുട്ട ഒഴിച്ച് അങ്ങനെ ഉണ്ടാക്കുന്നത്. ഞാൻ കുറച്ച് സവാള ഇതിൻ്റെ അകത്ത് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ പ്ലെയിനായിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ സവാളയൊക്കെ ചേർക്കുന്ന ഉടനെ അതിന് തന്നെ മുട്ടയ്ക്ക് തന്നെ ഒരു ഇത്തിരി ക്വാണ്ടിറ്റിയും തോന്നും. ആ ഒരു ഉള്ളിയുടെയൊക്കെ ടേസ്റ്റും നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് കടിക്കുന്നുണ്ട്. പച്ചമുളക് കൂടെ ചേർത്താൽ വളരെ നല്ലതാണ്. പക്ഷേ പച്ചമുളക് ഞാൻ ചേർക്കുന്നില്ല. എല്ലാവർക്കും പച്ചമുളക് അത്ര താല്പര്യമില്ലല്ലേ, അതുകൊണ്ട് പച്ചമുളക് ഞാൻ ചേർക്കുന്നില്ല. അങ്ങനെ ഓരോ ചപ്പാത്തിയിലും ഇങ്ങനെ മുട്ട ഇങ്ങനെ ഒഴിച്ചിട്ട് ചിലപ്പം ഞാൻ ടൊമാറ്റോ സോസ് അതിൻ്റെ മുകളിൽ ചേർക്കും, ചിലപ്പം ചേർക്കാറില്ല. എന്നിട്ട് അതൊക്കെ ഉണ്ടാക്കി പിന്നെ ചായ ഞാൻ തിളപ്പിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ തുറന്ന് വെച്ചിരുന്നേ. അപ്പോൾ തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ ഇങ്ങനെ പാട ചൂടി. ഞാൻ അടച്ച് വെച്ചിട്ട് ഉടനെ അങ്ങ് അടച്ചാൽ ഇങ്ങനെ പാട ചൂടത്തില്ലായിരുന്നു. ഇഞ്ചി ഇട്ട ചായ അതൊന്ന് അരിച്ചെടുത്തിട്ട് അതിനെയും ഡാഡിക്കും കൊടുക്കണം. ഡാഡിക്കിപ്പം കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ പ്രയർ കഴിഞ്ഞ് വന്ന സമയത്ത് മലയാളിക്കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, അപ്പം ഏത്തക്കയൊക്കെ വാങ്ങിച്ചായിരുന്നു. അപ്പം ഏത്തക്കയും കൊടുത്ത് അല്ലാത്ത പഴവും കൊടുത്ത്. അപ്പം 3 മീനല്ലേ അന്ന് വാങ്ങിച്ചേ, ഇത് ലാസ്റ്റ് മീനാണ്, 3ാമത്തെ മീനാണ്. അതെടുത്തൊന്ന് വെള്ളത്തിൽ ഒന്ന് ഇട്ട് വയ്ക്കട്ടെ. അപ്പോൾ ആ ട്രേയ്ക്കടെ മുകളിലാണ് ഞാൻ മീൻ വെച്ചത്. അപ്പോൾ ആ ട്രേയിൽ ഇങ്ങനെ അതിൻ്റെ ബ്ലഡെല്ലാം ഇങ്ങനെ ക്ലോട്ടായിട്ടിരിക്കുമായിരുന്നു. ആ ട്രേ ഒന്ന് ഇനി ഒന്ന് കഴുകി വയ്ക്കട്ടെ. അപ്പം ആ 3 മീൻ നല്ല ഫ്രഷ് മീനായിരുന്നു. മീൻസ് ഞാൻ വെച്ച സമയത്ത് ഇങ്ങനെ ഒന്ന് കൊണ്ടുവന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ചതഞ്ഞ്, അല്ലാതെ പഴകിയ മീനൊന്നും ആയിരുന്നു. നല്ല മീനായിരുന്നു, നല്ല വെള്ളയുമായിരുന്നു. അപ്പോൾ കാരണം ചില മീനൊക്കെ വെച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഇത് നല്ലൊരു ടേസ്റ്റുള്ള മീനായിരുന്നു. ഇനി ഞാൻ മീൻ കൊടുന്ന് വെട്ടട്ടെ. ഇന്നിപ്പം ഞാൻ മീൻ വെട്ടുന്ന രീതി നിങ്ങളെ കാണിച്ചല്ലോ എങ്ങനെയൊക്കെയാണ്. അറിയാവുന്നവർ ഇത് ഈ ചിന്തിക്കും എന്തിനാണ് ഇതെന്നും പറയുന്നത്. പക്ഷേ അതറിയാൻ വയ്യാത്ത കുറേ പേരുണ്ട് കേട്ടോ. ചിലർ വാട്സപ്പിൽ പറയും, ചേച്ചി ഇങ്ങനെ മീൻ വെട്ടുന്നതൊക്കെ കണ്ടാൽ ഞങ്ങളും പഠിച്ചതെന്ന്. അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഓരോ ടെക്നിക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഇന്ന് മീന് വേണ്ടി പുളി ഞാൻ എടുത്തിട്ട് അതൊന്ന് കഴുകി അതിൻ്റെ വെള്ളം എടുക്കുന്നുണ്ട്, ആ മീൻ കഴുകാൻ വേണ്ടിയേ. ഉപ്പിട്ട് കഴുകും, വിനാഗിരി ഇട്ട് കഴുകും, അങ്ങനെ പലതിലും കഴുകും. അപ്പോൾ പുളിയുടെ ഇടയ്ക്കൊക്കെ ഇത്തിരി പുളിയൊക്കെ ഉണങ്ങുന്നത് ഇങ്ങനെ ഒത്തിരി വെയിലത്തൊക്കെ ഇട്ട് പുകയറയിലൊക്കെ ആയിരിക്കുമല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് നന്നായി പൊടിയും അഴുക്കുമൊക്കെ കാണും. അത് നന്നായി അതിൻ്റെ ഇടയ്ക്കൊക്കെ വിരലിട്ട് അതൊന്ന് കഴുകിയെടുക്കാം നമുക്ക്. എന്നിട്ട് ഞാനിതൊന്ന് ഇച്ചിരി ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ പുളിക്ക് അധികം പുളിയില്ലെന്ന്, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഇച്ചിരി നേരം ഞാൻ തിളപ്പിക്കുന്നുണ്ട്. അന്നേരം മീനിൻ്റെ അകത്ത് പെട്ടെന്ന് പുളി പിടിക്കും. അത് ഇച്ചിരി ഫോൾഡ് ചെയ്യ്, പപ്പ പറഞ്ഞ പോലെ. കുട്ടപ്പായി അവിടെ ഇരുന്ന് ഒരുങ്ങുക. യൂണിഫോമൊക്കെ എടുത്ത് കൊടുത്താൽ മതി, തന്നെത്താൻ ഒരുങ്ങിക്കോളും. സോക്സ് ഇടുക. സോക്സ് ഫോൾഡ് ചെയ്തിട്ട് ഇടാൻ അറിയത്തില്ല. അത് ഞാൻ ആദ്യം വീഡിയോ എടുത്തത് ആൾ കണ്ടില്ല, അതാ പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് നോക്കിയപ്പോൾ ഒന്ന് ചിരിച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഈ രീതിയാണ്. ഇപ്പം മീനിൻ്റെ വലിപ്പം എത്ര ഉണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് 2 or 3 പീസാക്കി അത് മുറിക്കുക. ഞാൻ ഇന്നിപ്പോൾ ഇത് ഒരു 3 പീസാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെച്ച് നമുക്ക് അതിൻ്റെ സ്കിന്നൊക്കെ എടുത്ത് കളയാൻ എളുപ്പമാണ്. അപ്പോൾ നേരത്തെ ഞാൻ 2 പീസാക്കിയിട്ടല്ലേ ചെയ്തത്.
അപ്പോൾ ഇന്ന് ഞാൻ കട്ടിംഗ് ബോർഡ് ഞാനൊന്നും യൂസ് ചെയ്തില്ല. ഇതിപ്പം ചിലർക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ച് ചെയ്യാനായിരിക്കുമല്ലേ വാക്ക്. എനിക്ക് സത്യം പറഞ്ഞാൽ കൈ വെച്ച് ചെയ്യാനാണ് വാക്ക്. ഇങ്ങനെ പീസാക്കിയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഐസോട് കൂടി നമ്മൾ ചെയ്യുമ്പം ഇതിപ്പം നല്ല ഐസായിട്ടിരിക്കുക, നമുക്ക് ഇത്തിരി എളുപ്പമാണ്. കാരണം അത് മീൻ പൊടിഞ്ഞൊന്നും പോകത്തില്ല. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ നടുക്കൂടെ കീറിയിട്ട് അപ്പോഴത്തെ ആ മുള്ളിൻ്റെ മുകൾ വശം വെച്ച് വേണം കട്ട് ചെയ്യാൻ. എന്നിട്ട് ഇങ്ങനെ ചിലപ്പം കയ്യിൽ നിന്നൊക്കെ തെറ്റിപ്പോകും കേട്ടോ. എൻ്റെ നമ്മൾ അത്ര എക്സ്പെർട്ടൊന്നും അല്ലല്ലേ, എല്ലാവർക്കും അബദ്ധം പറ്റുമല്ലേ. അപ്പം നല്ല ഐസായിട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ചിന്തിച്ചെന്നാൽ പിന്നെ സ്കിൻ എടുത്ത് കളയാന്ന്. അപ്പോൾ സ്കിൻ കളയാൻ നോക്കിയുണ്ടെങ്കിൽ അവിടെ ഇച്ചിരി ഇത് പോകുന്നു. ചിലപ്പോൾ ഞാനങ്ങനെ സ്കിന്നും കളയും കേട്ടോ. സ്കിൻ കളഞ്ഞിട്ട് പീസാക്കി എടുക്കും. അങ്ങനെ ഇങ്ങനെ നടുക്കൂടൊക്കെ കീറി നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരെണ്ണം കട്ട് ചെയ്ത് കണ്ടില്ലേ, അതുപോലെ എല്ലാം കട്ട് ചെയ്യുക. ഒരു ഇച്ചിരി നമുക്ക് ആ സ്കിന്നിൻ്റെ അവിടെ നമുക്കൊന്ന് ഒരു പിടി കിട്ടിയാൽ മതി. ആ മാംസത്തിൽ നിന്ന് ഒരു ഇച്ചിരി സ്കിൻ കട്ട് ചെയ്യാൻ നോക്കിയാൽ മതി. എന്നിട്ടിങ്ങനെ കൈയിൻ്റെ വിരലിൻ്റെ അവിടെ വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ കട്ടിങ് പൊടി വെച്ചിട്ടിങ്ങനെ കണ്ടിച്ചെടുത്താൽ മതി. എനിക്കിത് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം മീനൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ മീനുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ തോരൻ വെക്കുന്ന ബീട്രൂട്ട് തോരന ഇതെല്ലാം കൂടെ അവിടെ കൊണ്ട് ഞാനൊന്ന് അരിയാൻ കൊണ്ടുപോട്ടെ. മീനങ്ങ് പെട്ടെന്ന് ഞാൻ ക്ലീൻ ചെയ്തത് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വന്നാൽ അപ്പോഴത്തേന് അതിൻ്റെ ഐസ് മൊത്തം പോയാൽ പിന്നെ വെട്ടാൻ നമുക്ക് പ്രയാസമാണ്. അതുകൊണ്ട് മീൻ വെട്ടി വെച്ചാൽ പിന്നെ നമുക്ക് സാരമില്ലല്ലേ, അത് പീസാക്കി കഴിഞ്ഞാൽ പിന്നെ ഐസ് പോയാലും കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് അല്ലെങ്കിൽ അല്ലാത്ത മീനൊക്കെ ആണെങ്കിൽ ഞാൻ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ചെയ്ത് വെച്ചിട്ടാണ് മീൻ വെട്ടാൻ പോകുന്നത്. അപ്പം ബീട്രൂട്ടൊക്കെ ഞാൻ അരിഞ്ഞിട്ട് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ കൈ കൊണ്ട് അരിയത്തേ ഉള്ളൂ. ഇപ്പം പെട്ടെന്ന് അങ്ങ് ചെയ്യാനായിട്ട് ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്യും. അതേമാതിരി ചോപ്പറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴായിരുന്നു, ഞാൻ നേരത്തെ അഗാരയുടെ ഒരു ചോപ്പറാണ് വാങ്ങിച്ചത്. എനിക്കൊരു ഇലക്ട്രിക്കിൻ്റെ ഉണ്ട്, അത് ക്വാണ്ടിറ്റി കുറച്ചേ കൊള്ളത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അത് ഉപയോഗിക്കാറില്ല. ഈ അഗാരയുടെ ആയിരുന്നു ഉപയോഗിക്കുന്നത്. അതിൻ്റെ ജാറിൻ്റെ ഗ്ലാസ് ഒരു ഇത്തിരി ഒന്ന് പൊട്ടി. അപ്പോൾ റീച്ചാൻ കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ നോർമൽ കടകളിൽ നിന്ന് ഒരു ചോപ്പർ വാങ്ങിച്ചുകൊണ്ട് വന്നു. പക്ഷെ അത് വലിയൊരു ചോപ്പറായിരുന്നു. അത് കൊണ്ടുവന്നപ്പോഴേ എനിക്ക് മനസ്സിലായി, എടുത്തപ്പോഴേ അതിനൊരു വെയിറ്റും ഇല്ല, ഒന്നുമില്ല, അത് ശരിയല്ലെന്ന്. അത് കാണാനുള്ള ഭംഗിയേ ഉള്ളൂ, വെറുതെ പൈസ കൊടുത്തന്നേ ഉള്ളൂ. അത് നമ്മൾ ചോപ്പ് ചെയ്തിട്ട് അതങ്ങോട്ട് ആവത്തുമില്ല. ഈ അകാരയുടെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമ്മൾ 2 വലി വലിച്ചാൽ മതി, അത് അരിഞ്ഞ് കിട്ടും. ഇതാണെങ്കിൽ അതുപോലെ അത് കിടക്കുക, അത് ഒരു ബലമില്ലാത്ത വരുത്. ഇനി അത് വെറുതെ കളയാനേ കൊള്ളത്തുള്ളൂ, ഉപയോഗിക്കാൻ പറ്റത്തില്ലെങ്കിൽ ആർക്കും കൊടുക്കാനും പറ്റത്തില്ലല്ലേ. എനിക്കൊരു സാധനം കളയുന്നതിനോട് ഇത്ര ഭയങ്കര വിഷമോ, അല്ലെങ്കിൽ ആരുടെടുത്തും ഉപയോഗം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഞാൻ കൊടുക്കും, അവരേൽ ഉപയോഗിച്ചോട്ടെന്നും പറഞ്ഞു. അപ്പം ഞാൻ അത് ബീട്രൂട്ടൊക്കെ ഒന്ന് ചോപ്പറിൽ അരിഞ്ഞ് പിന്നെ മീൻകറി വെക്കാനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വഴറ്റി കറിവേപ്പിലയും വഴറ്റിയിട്ട് മുളക് പൊടിയും ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരപ്പൊന്ന് തിളച്ചപ്പോഴത്തേന് മീനും പറക്കിയിട്ട് നമ്മൾ പുളി തിളപ്പിച്ച് വെച്ചതായതുകൊണ്ട് അതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ ഇച്ചിരി പയറുതോരനുണ്ടായിരുന്നു, ഞാൻ അതിപ്പം ചൂടാക്കി വെച്ചിട്ടുണ്ട്. പോളിനെങ്ങാനും വേണമെങ്കിൽ കൊടുക്കാമെന്നും പറഞ്ഞ്. ഇവിടെ ബീട്രൂട്ട് തോരന് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് പോൾമോൻ. പക്ഷേ റീച്ചാൻ അത് താല്പര്യമില്ല. ഞാൻ പറഞ്ഞു റീച്ചാൻ ഒരു ഇച്ചിരിയിലും മധുരമുള്ള സാധനങ്ങൾ ഇഷ്ടമല്ലെന്ന്. പക്ഷേ എനിക്കും ബീട്രൂട്ട് തോരനൊക്കെ ഇഷ്ടമാണ്. പ്രൈസൻ ചില സമയത്ത് കൂട്ടും, ചില സമയത്ത് നമ്മൾ അവനോട് പറയണം, എടാ ബുദ്ധി വരും, പിന്നെ മുഖം നന്നായിട്ട് റെഡായിട്ട് വരും എന്നൊക്കെ പറയുവാണെങ്കിൽ ഇച്ചിരി കഴിക്കും. പലരും പലതല്ലേ, എന്തോ ചെയ്യാനെ നിർബന്ധിച്ച് നമ്മൾ കൊടുക്കാനും പറ്റത്തില്ലല്ലേ.
പക്ഷെ ഞങ്ങളുടെയൊക്കെ കൊച്ചിലെ ഞങ്ങൾ തിരിച്ചു കടിക്കാത്ത എന്തും കഴിക്കുമായിരുന്നു കേട്ടോ. നമുക്ക് കിട്ടേണ്ട ബുദ്ധിമുട്ടേ ഉള്ളായിരുന്നു. പക്ഷേ ഇവിടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഓരോ സിദ്ധാന്തങ്ങളാണ്. അപ്പം ഞാൻ ഇച്ചിരി കറിവേപ്പില ഇട്ട് അതൊന്ന് അടച്ച് വയ്ക്കട്ടെ, തിളച്ച് വരട്ടെ. അപ്പം മീൻകറിയൊക്കെ ഇപ്പം ഇവിടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് അടച്ച് വയ്ക്കട്ടെ. ഇപ്പോൾ ഇത്തിരിയും വെള്ളമായിട്ട് കാണുന്നുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞ് ഇതിൻ്റെയൊക്കെ വെള്ളമൊക്കെ അങ്ങ് വറ്റുക ചട്ടിക്കകത്തിരുന്നേ. തീ ഓഫാക്കിയിട്ടും നന്നായി അതൊന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞതാണ്ട് നമ്മുടെ മീൻകറി ഈ പരുവായിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ പറഞ്ഞാൽ ഉച്ചയ്ക്കിപ്പം ബീട്രൂട്ട് തോരൻ ഇല്ലെങ്കിലും പയർ തോരനൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് നിന്നു. ഇനിയിപ്പം ഇതെല്ലാം മീൻകറിയെല്ലാം വെച്ചതിന് ശേഷമാണ് ഞാൻ ബീട്രൂട്ട് തോരൻ വെക്കാൻ പോയത്. ബീട്രൂട്ട് തോരന് ഞാൻ നേരത്തെ തേങ്ങയൊക്കെ തിരുമ്മി വെച്ചായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് എല്ലാം യോജിപ്പിച്ച് വെച്ചാൽ മതി. എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് സവാളയും കറിവേപ്പിലയും ചേർക്കും. ചില സമയത്ത് ഞാൻ ബീട്രൂട്ട് തോരൻ വെക്കുമ്പം ഇച്ചിരി ഗരം മസാല ചേർക്കും. അതിൻ്റെ ടേസ്റ്റ് ഒരു നല്ലൊരു ടേസ്റ്റാണ്. ഇവിടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടം. ഇതിലൊരു രണ്ട് വെളുത്തുള്ളി ഇങ്ങനെ വട്ടത്തിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഇപ്പം സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്ന് അതിലേക്ക് തേങ്ങയും കൂടെ, തേങ്ങ ഫ്രിഡ്ജിൽ ഇരുന്നതുകൊണ്ട് ഇച്ചിരി കട്ടിയായിപ്പോയി, തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. ഞാൻ ഇതിൽ ഇച്ചിരി കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അന്നേരം ഒരു നല്ലൊരു ടേസ്റ്റാണ് കുരുമുളക് പൊടി ചേർക്കുമ്പം. എനിക്ക് ബ്ലഡ് ഹീമോഗ്ലോബിൻ കുറവായതുകൊണ്ട് റീച്ചാൻ ചില ദിവസങ്ങളിലൊക്കെ വരുമ്പം ബീട്രൂട്ട് ജ്യൂസും കൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വരും. ഇവിടെ ചെയ്യാം, പക്ഷേ ആ ജ്യൂസർ എടുക്കുന്നതും അത് കഴുകിയെടുക്കുന്നതൊക്കെ ഒരു മെനക്കേട്. ആദ്യത്തെ ഒരു ത്രില്ലേ ഉള്ളായിരുന്നു. ആദ്യമായിട്ട് മിക്സി വാങ്ങിച്ചോണ്ടേ ജ്യൂസർ എടുത്ത് ഞങ്ങൾ നെല്ലിക്കയൊക്കെ അടിച്ചായിരുന്നു. അതെന്താണെന്നോ എനിക്കൊരു പേടി. അതൊരു പൊടപൊട്ടോ സൗണ്ട് കേൾക്കും കേട്ടോ. അത് കേൾക്കുമ്പോൾ ഒരു പേടിയാണ്. അതുകൊണ്ടാണ് അല്ലെങ്കിലും തന്നെ എനിക്ക് ചെയ്യാൻ പേടിയാണ്. റീച്ചാൻ വന്നാലേ ഞാൻ പറഞ്ഞ റീച്ച ഉണ്ടെങ്കിലേ ചെയ്യാക്കത്തുള്ളൂ. അങ്ങനെ ബീട്രൂട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും ജ്യൂസ് അടിക്കാനാണെന്നും പറഞ്ഞ്. പക്ഷേ അതങ്ങനെ ഇരുന്നിരുന്ന് പിന്നെ തോരനാവും. പിന്നെ അതുകൊണ്ട് റീച്ച ഇടയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വരും. ഇതിലേക്ക് ഞാനൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചേ. കാരണം എൻ്റെ ഈ ചീനച്ചട്ടി ഉണ്ടല്ലേ, നല്ല കട്ടിയുള്ള ചീനച്ചട്ടിയാണ്. ചൂട് പിടിക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്നങ്ങ് വെള്ളമെല്ലാം അങ്ങ് അബ്സോർവ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അടുക്കി പിടിക്കുമെന്ന് പറഞ്ഞ് ഒരിച്ചിരി വെള്ളം ഞാൻ ഒഴിച്ച്. നിങ്ങളുടെ ചട്ടിയൊക്കെ ചൂട് ഇങ്ങനെ വെള്ളം പെട്ടെന്ന് പറ്റി ഇല്ല, ഇൻഡാലിയത്തിൻ്റെ പാത്രമാകുമ്പോൾ പെട്ടെന്ന് ഇതാവുമല്ലേ. അങ്ങനെയുള്ളതാണെങ്കിൽ ഒന്ന് ചൂട് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അങ്ങനെയുള്ള പാത്രം ആണെങ്കിൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ. ബീട്രൂട്ടിൽ അങ്ങനെ വെള്ളം ഒഴിച്ചാൽ കുഴഞ്ഞു പോകും. ഇത് ഞാൻ ഇച്ചിരി ചോപ്പ് ചെയ്ത് എടുത്തതും ഒത്തിരി പൊടിയായിട്ടല്ല, ഇച്ചിരി വലുതായിട്ട് കൂടെ എടുത്തത്. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ കുരുമുളക് പൊടി ഇട്ടിട്ട് എല്ലാം കൂടെ യോജിപ്പിച്ച് ഒന്നിച്ച് നേരം അടച്ച് വെക്കട്ടെ. അപ്പം ബീട്രൂട്ട് തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം പ്രീസമോനും എക്സാം നടക്കുന്നത് കൊണ്ട് അവന് 5 മണിയാകുമ്പോഴത്തേന് ബസ് ഇങ്ങ് എത്തും. 4:50 ആകുമ്പോഴത്തേന് ബസ് വരും. അതുകൊണ്ട് നേരത്തെ പോകണം. അല്ലെങ്കിൽ നേരത്തെ നോർമൽ ക്ലാസ് ഉള്ള സമയത്താണെങ്കിൽ 5:30 5:45 ആയിട്ടേ ബസ് വരത്തുള്ളായിരുന്നു. അതുകൊണ്ട് ഇന്നിപ്പോൾ ഇനി നേരത്തെ എനിക്ക് പോകണം, എല്ലാം റെഡിയാക്കിയിട്ട്. അപ്പോൾ അവനെ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞ് അവന് ആഹാരം കൊടുത്ത് ഇന്ന് അവൻ തന്നെ കഴിക്കുന്നത്. അപ്പം മീൻ നിന്ന് ഇത് കേര ആയതുകൊണ്ട് ഞാൻ അവന് തന്നെ തീറ്റാൻ കൊടുത്തേ. അല്ലെങ്കിൽ വേറെ മീനെങ്ങാണെങ്കിൽ ഞാൻ വാരി കൊടുക്കുന്ന മുള്ളു പേടിച്ചേ അങ്ങനെ. അപ്പോൾ അമ്മ എന്നും പറയും അവന് തന്നെ വാരി കൊടുക്കണം, അവൻ തന്നെ കഴിക്കട്ടെന്ന്. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്ന് കമൻറ്റൊക്കെ കുറഞ്ഞു വരുവാണോ എന്ന്. അതിപ്പം ഞാൻ എന്ത് ചെയ്യാനാണ്? നിങ്ങൾ കണ്ടിട്ട് നിങ്ങളല്ലേ കമൻറ്റൊക്കെ ഇടേണ്ടിയത്. അതുകൊണ്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ കമൻറ്റ് ഇടുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് ബെല്ലൈക്ക് ബട്ടണിലൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.